ഇമ്പീരിയലിസ്റ്റ് കൊളോണിയൽ ശക്തികൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ഒരു വിചാരമാണ്. അതായത് അവർ അധിനിവേശം നടത്തുന്ന പ്രദേശങ്ങളിലെ തദ്ദേശീയരായ ജനങ്ങളെല്ലാം പ്രാകൃതരാണെന്നും അവരെ സിവിലൈസ് ചെയ്യേണ്ട കടമ അവരുടേതാണെന്നുള്ളൊരു വിശ്വാസം. അത് ഈ കാലത്തും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ബെൽജിയൻ കൊങ്കോയിൽ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷൻ പ്രൊസീജിയർ ആയിരുന്നു തദ്ദേശീയരായ ജനങ്ങൾക്ക് ഇവോല്യൂ സ്റ്റാറ്റസ് നൽകുക. അതായത് അവർ തദ്ദേശീയരേക്കാൾ ഇവോൾവ് ആണ് എന്ന് കൊളോണിയൽ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യുന്നൊരു സ്റ്റേറ്റസ്. ഈ പ്രൊസീജിയറിനെ കുറിച്ച് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പേട്രസ് ലുമുംബയുടെ ബയോഗ്രഫി എഴുതിയ ലിയോ സീലിഗിന്റെ പുസ്തകത്തിൽ ലുമുംബയുടെ തന്നെ മുൻകാല പാർട്ട്ണറായിരുന്ന ജൂലിയൻ വിവരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇവല്യൂ സ്റ്റേറ്റസ് നൽകുന്നത് തന്നെ ഒരു സർട്ടൺ ലെവൽ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലഭിച്ച കൊങ്കോളീസ് ജനങ്ങൾക്കോ അല്ലെങ്കിൽ കൊളോണിയൽ ബെൽജിയൻ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നവരോ ആയ അവരുടെ സ്റ്റാഫായ ആളുകൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവരാദ്യം തന്നെ അവരുടെ എംപ്ലോയറിൽ നിന്നൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വാങ്ങണം. ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നൽകിയതിന് ശേഷം ജൂലിയൻ പറയുന്നത് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയ ഒരു ടെസ്റ്റിലൂടെ അവർക്ക് കടന്നു പോകണം. ആ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അധികൃതർ ഇവരുടെ വീട്ടിലേക്ക് വരും. ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവരുടെ വീടിനുള്ളിലാണോ ടോയ്ലറ്റ് ഇരിക്കുന്നത്, ഇവരുടെ കുട്ടികൾ പൈജാമ ധരിക്കാറുണ്ടോ, ഇവര് ഭക്ഷണം കഴിക്കുന്നത് ടേബിളിൽ ഇരുന്നുകൊണ്ടാണോ, അവര് ഫോർക്കും സ്പൂണും ഉപയോഗിച്ചാണോ കഴിക്കുന്നത്, ഇത്തരത്തിൽ വെസ്റ്റേൺ കൾച്ചറിന് സ്യൂട്ടബിൾ ആയതും ആക്സെപ്റ്റബിളുമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവർക്ക് സിവിലൈസ്ഡ് അഥവാ ഇവർ ഇവോൾവ് ആണ് എന്ന് തെളിയിക്കുന്ന സ്റ്റാറ്റസ് നൽകുന്നത്. ഇത്തരം സ്റ്റേറ്റസ് ലഭിക്കുന്ന ജനങ്ങൾക്ക് സാധാരണ വൈറ്റ് ഓൺലി ഷോപ്പുകളിലേക്കും അല്ലെങ്കിൽ തദ്ദേശീയർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു എൻട്രി ലഭിക്കും. പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൊളോണിയൽ ഗവൺമെന്റ് ഈ സ്റ്റാറ്റസ് അവരുടെ ഭരണത്തിന് കീഴിൽ നൽകിയിട്ടുള്ളൂ. പിന്നീടുള്ള ഐറണി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവല്യൂ സ്റ്റാറ്റസ് ലഭിച്ച വ്യക്തികളാണ് കൊങ്കോയുടെ മോചനത്തിനു വേണ്ടി പോരാടിയതും പ്രവർത്തിച്ചതും ഒക്കെ.